Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാന ദിനാചരണം നടത്തി. അങ്കമാലി സ്റ്റേഷൻ പോലീസ് ഓഫീസർ എ രമേശ് രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെയും LF ആശുപത്രി ജീവനക്കാരടക്കം 50ഓളം പേർ രക്തദാനം നടത്തി. ജീവൻ രക്ഷിക്കുന്നതിലും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും രക്തദാനത്തിനുള്ള നിർണായകമായ പങ്കിനെപ്പറ്റി ആളുകളിൽ അവബോധം വളർത്തുക, രക്തദാതാക്കളുടെ നിസ്വാർത്ഥ സേവനത്തെ ആദരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോക രക്തദാന ദിനം ആചരിക്കുന്നതെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ പറഞ്ഞു. രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ കാൾസ്റ്റൈനിന്റെ ജന്മദിനമാണ് ഈ പറയുന്ന ജൂൺ മാസം 14-ാം തീയതി. അദ്ദേഹമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വഴിയായിട്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന ബ്ലഡ് ഡൊണേഷൻ സാധ്യമാകുന്ന ഒരു പദ്ധതിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പറയുന്ന ജൂൺ മാസം 14-ാം തീയതി നമ്മൾക്ക് രക്തദാന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആപ്തവാക്യങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിനത്തിൽ പ്രത്യേകമായി വേൾഡ് ഹെൽത്ത് അസോസിയേഷനുകൾ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള രക്തദാതാക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾക്കറിയാം, ഒരു തുള്ളി രക്തം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയും ഒരു ജീവനും തിരിച്ചു നൽകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, അപ്പോഴൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു ജീവദാനം നൽകുന്നതിന് തുല്യമായിട്ടുള്ള രക്തദാന പ്രക്രിയയാണ് നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുക ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ആശുപത്രിയിൽ രക്തദാനം ചെയ്തിട്ടുള്ള ഡോണേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വെറുതെ ഒരു സോഷ്യൽ സർവീസ് അല്ല ഇത് ചെയ്യുക. രക്തദാനം വഴിയായിട്ട് പ്രത്യേകിച്ച് ആലുക്കാസ് ഫൗണ്ടേഷൻ അങ്കമാലി യൂണിറ്റ് നടത്തുന്ന ഈ പറയുന്ന എഫർട്ട് എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആൾക്കാർക്ക് പ്രതീക്ഷയും ജീവനും നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് വന്ന് സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട SHOയെ പ്രത്യേകമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സാറിനൂടെ എത്തി നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ബ്ലഡ് കൊടുത്തുകൊണ്ട് ഇതൊന്ന് ഇനാഗുറേറ്റ് ചെയ്യും. ഒരു ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ രക്തദാനത്തിലൂടെ എന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർ രമേശ് A പറഞ്ഞു. ഡോക്ടർ ജോസഫ് K ജോസഫ്, ഡോക്ടർ സുകുമാരൻ, ജോയ് ആലുക്കാസ് മാനേജർ മനോജ് സ്കറിയ, സിസ്റ്റർ പൂജിത, സിസ്റ്റർ നോബർട്ട എന്നിവർ സംസാരിച്ചു. നമ്മൾ അങ്കമാലി ഹോസ്പിറ്റലായിട്ടും പല സമയങ്ങളിലും ഫൗണ്ടേഷനുമായി പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇതിന്റെ ഭാഗമായി നമ്മൾ കുറച്ച് സ്റ്റാഫുകളും ഇവിടെയുള്ള കുറച്ച് സ്റ്റാഫുകളും ചേർന്ന് രക്തദാന മഹാദാനം, രക്തം കൊടുക്കുക ജീവൻ രക്ഷിക്കുക എന്ന സന്ദേശം നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ഇവിടെ. അതിന്റെ ഭാഗമായി നമുക്ക് വിശിഷ്ട വ്യക്തികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ LF ഡയറക്ടർ തോമസ് വൈക്കത്തുപറമ്പിലിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകം സ്വീകരിച്ച് അങ്കമാലി SHO രമേശ് സാർ എത്തിയിട്ടുണ്ട്. രമേശ് സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഭാഗമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ജോസഫ്, ഡോക്ടർ സുകുമാരൻ, രണ്ട് വിശിഷ്ട വ്യക്തികൾ നമ്മളോട് ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും അവരെ നമ്മൾ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.